ഹലോ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോഴേ കുട്ടികളെ ചെയ്യിക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം ഈ വേനലവധിക്ക് ഞാനിങ്ങനെ ഇരുന്നപ്പം ഒരു എക്സ്പെരിമെൻ്റ് കണ്ടാൽ നല്ല എളുപ്പമാണ് ഫിഷിംഗ് എക്സ്പെരിമെൻ്റ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് സിമ്പിളാണല്ലോ, കുട്ടികളുടെ സമയവും പോവും, അവർക്ക് ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ നാത്തൂനെയും കൂട്ടി നമുക്ക് രണ്ടും കൂടി ഇതൊന്ന് ചെയ്യിച്ചാലോ എന്നൊക്കെ കൂട്ടി പുള്ളിക്ക് യെസ് ഡൺ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചാടി പുറപ്പെട്ടു വരും. കാണുമ്പോൾ നല്ല സിമ്പിളാണ്, എന്നാൽ പിന്നെ ചെയ്യിക്കുന്നതിന് എന്താ കുഴപ്പം? കുറച്ച് പേപ്പറും ഒരു ബേസിനും ഇത്തിരി വെള്ളവും മതി. എന്താ സംഭവിച്ചെന്നറിയാമോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മീനുകളെ വെട്ടിയെടുക്കണം പേപ്പർ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ മൂത്ത കുട്ടികളൊക്കെ കൂട്ടി പേപ്പർ വെച്ച് മീനൊക്കെ വെട്ടിയെടുക്കാൻ തുടങ്ങി. അപ്പോഴല്ലേ പണി തുടങ്ങിയേ. രണ്ടുപേരും കൂടി വഴക്കും മീനു വേണ്ടി. കുറേ മീനുകളൊക്കെ വെട്ടിക്കൊടുത്ത് ഒരു തരത്തിൽ ആ വഴക്കൊക്കെ ഒന്ന് സോൾവ് ചെയ്തു. എവിടെയോ കിടന്ന ബേസിനൊക്കെ തപ്പിയെടുത്ത് കഴുകി ഞാൻ സെറ്റാക്കി കൊണ്ടുവന്നേ. അങ്ങനെ എല്ലാം റെഡിയായി. ഓരോരുത്തരായിട്ട് മീനുകളെ വെള്ളത്തിലിടാൻ തുടങ്ങി. ഈ പേപ്പർ മീനുകൾക്കടിയിൽ സോപ്പ് പറ്റി കൊടുക്കുമ്പം ഇത് വെള്ളത്തിൽ കൂടി നീന്തും എന്നാണ്. സോപ്പൊക്കെ താഴെ തേച്ച് കൊടുത്ത് മീനെ വെള്ളത്തിലിട്ടിട്ട് പ്രതീക്ഷിച്ച പോലെ അങ്ങനെ വലിയ അനക്കമൊന്നുമില്ല, ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ കണ്ട വീഡിയോയിൽ അങ്ങനെയല്ല, മീൻ നല്ല സുഖമായിട്ട് നീന്തി കിടക്കുമല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ മീനുകളാണെങ്കിൽ മുങ്ങിപ്പോകാനും തുടങ്ങി. പിള്ളേരാണെങ്കിൽ അയ്യോ എൻ്റെ മീൻ പോയേ, മീൻ മുങ്ങിപ്പോയേ, എനിക്ക് വേറെ മീൻ. ഇങ്ങനെ പേപ്പർ മീനുകൾ വെട്ടി ഞങ്ങൾ മടുത്തു. ഇവർ നിർത്താൻ സമ്മതിക്കണ്ടേ. പിന്നെ ഒരു തരത്തിൽ ബോട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ബോട്ടും ഉണ്ടാക്കി, അതും മുങ്ങിപ്പോയി. ഒട്ടുമേലുള്ള ഫാൻ്റെ സ്പീഡ് ഇച്ചിരി കൂട്ടുമ്പോൾ കുറച്ച് സ്പീഡിൽ പോകും. എന്തായാലും എക്സ്പെരിമെൻ്റ് കട്ട ഫ്ലോപ്പായിട്ട് ഞങ്ങൾ നിർത്തി. ഇങ്ങനത്തെ പല എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് ഫ്ലോപ്പായിട്ടുള്ളവരൊക്കെ ഉണ്ടോ? കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇതിൻ്റെ ക്ഷീണത്തിൽ കുറച്ച് നാളത്തേക്ക് ഞാൻ വേറെ പുതിയ പരീക്ഷണത്തിനൊന്നും നിന്നില്ല. അങ്ങനെ കുട്ടികളുടെ വേനലവധിയൊക്കെ കഴിഞ്ഞു. സ്കൂളൊക്കെ തുറന്ന് LKG കയറി. കുറച്ച് അക്ഷരങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ പഠിച്ച് ഹോംവർക്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു വീക്കെൻഡിൽ അടുപ്പിച്ചൊരു 3 ദിവസം അവധിയൊക്കെ കിട്ടിയപ്പോൾ കുട്ടികൾ കുറച്ച് നേരമൊക്കെ എഴുതിയും ബുക്കൊക്കെ നോക്കി മടുത്തു. അപ്പോഴാണ് നമ്മുടെ ഫോണിൽ ഫേസ്ബുക്കിൽ പല ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെറിയ പിള്ളേരെ ചെയ്യിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ മൂത്ത കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് വേണ്ട ക്രാഫ്റ്റ് പേപ്പറോ സ്കെച്ചോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് സാധനമൊക്കെ ഉള്ള സിമ്പിളായിട്ടുള്ള ഒരെണ്ണം ഞാൻ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിസ്പോസിബിൾ കപ്പ് എടുത്തു. അത് പകുതിയായിട്ട് മുറിച്ച് ചെറിയ ചെറിയ പെറ്റൽസൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് എതിളുകൾക്കൊക്കെ നിറം കൊടുക്കാൻ വേണ്ടി അവനെ ഏൽപ്പിച്ചു. അവനാണെങ്കിൽ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ആദ്യമായിട്ട് ചെയ്യും. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷം. ഓരോന്നിങ്ങനെ നല്ല സൂക്ഷിച്ച്, നമുക്ക് പോലും കളറടിക്കാൻ തരില്ല, അങ്ങനെ ഇരുന്ന് കളറടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കളറൊക്കെ അടിച്ച് ഞങ്ങൾ അതിന് പയ്യെ ഒരു തണ്ടൊക്കെ ഉണ്ടാക്കി അതിനും അവൻ നിറമൊക്കെ അടിച്ച് പിന്നെ അകത്തൊരു കണ്ണും മൂക്കുമൊക്കെ ഞാൻ വരച്ചു കൊടുത്തു. അങ്ങനെ ഇടിച്ചിരിക്കുന്ന പൂവ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോഴേക്കും രണ്ടാമത്തവൻ എവിടെ നിന്നോ ഇങ്ങോട്ടെത്തി. ആ പൂവ് കണ്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്നുള്ള മട്ടിൽ ഭയങ്കര സന്തോഷമായിരുന്നു. 5 സെക്കൻഡിനുള്ളിൽ തന്നെ ആളുടെ റിയാക്ഷനൊക്കെ മാറി. എനിക്കും വേണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഉണ്ടാക്കിയ പോലത്തെ ഫ്ലവർ തന്നെ അവനും വേണം. ആകെപ്പാട് ഒരു ഡിസ്പോസിബിൾ കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്ത് നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്തു. വഴക്ക് കൂടി വരുന്ന കണ്ടപ്പം അമ്മ ഇവിടെ നിന്ന് ഒരു പേപ്പർ പ്ലേറ്റ് ചെറുതെടുത്തുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതളൊക്കെ വെട്ടി ഒരു പൂവ് അങ്ങോട്ടുണ്ടാക്കി. അവനിരുന്നെല്ലാം കളറൊക്കെ ചെയ്ത് ഇലയും തണ്ടും ഒക്കെ സെറ്റ് ചെയ്തെടുത്തു. ആദ്യത്തേൻ്റെ തണ്ട് നമ്മൾ ഗ്ലാസ്സിൽ നിന്ന് തന്നെ വെട്ടിയെടുത്ത്, രണ്ടാമത്തെ സ്ട്രോ വെച്ചിട്ടും. അങ്ങനെ രണ്ടുപേരും ഹാപ്പി. 2 ഫ്ലവേഴ്സും കൂടി ഒരുമിച്ച് വെച്ച് കണ്ട് മൂത്തവൻ ചോദിച്ചു, അമ്മ അവൻ്റെ ഫ്ലവറിന് ഇത്തിരി വലിപ്പം കൂടുതലുണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. വീണ്ടും പണിയായോ നോർത്തു. എന്തായാലും ഞാൻ പറഞ്ഞു രണ്ട് സ്റ്റൈലാണ്, നിൻ്റെ സൂപ്പറാന്നൊക്കെ പറഞ്ഞു ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ചെയ്യുന്ന എല്ലാ എക്സ്പീരിയൻസും ഒന്നും വിജയിക്കണം എന്നില്ല. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, തിങ്കിങ് ഒക്കെ വളർത്തും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സമയം നമുക്ക് അവരോട് ചിലവാക്കാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.